بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നമ്മുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എല്ലാ വെള്ളിയാഴ്ചയിലും നടക്കാറുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണി ഞാൻ സ്ക്രീനിലേക്ക് നൽകാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞ ഭാഗങ്ങൾ അത് കേട്ടവരായിരിക്കും സെഷനിൽ അധികം ഉണ്ടാകുക. അല്ലാത്തവർക്ക് ആ കഴിഞ്ഞ ഭാഗങ്ങൾ റെക്കോർഡിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും വിഷയങ്ങൾ ചോദിക്കണം, ഇടപെടണം എന്ന് ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ആ സമയത്ത് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ഉദാഹരണം ഞാൻ സ്ക്രീനിലേക്ക് ഷെയർ ചെയ്യാം. അതായത് കുട്ടികളിൽ മാറ്റം വരുത്തേണ്ടതിനെ കുറിച്ചും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതിനെ കുറിച്ചുമാണ് ചർച്ചാ വിഷയങ്ങൾ. വളരെ വിശദമായി ചർച്ചകൾ നടക്കേണ്ട ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മൾ അതിന്റെ ചെറിയ ഭാഗങ്ങളിലൂടെ കടന്നു പോകും. ثم مهما ظهر من الصبي خلق جميل وفعل محمود فينبغي أن يكرم عليه ويجازى عليه بما يفرح به ويمدح بين أظهر الناس. ثم مهما ظهر من الصبي കുട്ടിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ഉണ്ടായാൽ ഖുലുഖുൻ ജമീലുൻ നല്ല സ്വഭാവം ഉണ്ടായാൽ വഫഇലുൻ മഹ്മൂദുൻ നല്ല കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മള് അൽ അഫ്ആലുൽ മഹ്മൂദ എന്ന മുസ്തലഹ് വന്ന ഒരു പ്രയോഗമാണ്. അത് ഫഇലുൻ മഹ്മൂദുൻ അൽ അഫ്ആലുൽ മഹ്മൂദ. ഫയംബഗി അൻ യുക്റമ അലൈഹി അപ്പോ ആ കുട്ടിയെ പ്രത്യേകം റെസ്പെക്ട് ചെയ്യണം, ആദരിക്കണം. വയുജാസ അലൈഹി കുട്ടിക്ക് റിവാർഡുകൾ സമ്മാനം കൊടുക്കണം. ബിമാ യഫ്റഹു ബിഹി കുട്ടിക്ക് സന്തോഷാകുന്ന സമ്മാനം. വയുംദഹു ബൈന അദ്ഹുരിന്നാസ് ജനങ്ങളുടെ ഇടയിൽ കുട്ടിയെ പ്രശംസിക്കുക, അപ്രിഷിയേറ്റ് ചെയ്യുക. ഫൈൻ ഖാലഫ ദാലിക ഫീ ബഅദിൽ അഹ്വാലി മറത്തൻ വാഹിദത്തൻ വല്ലപ്പോഴും ഒക്കെ ഇതിനെതിരെ ഒരു സംഭവം ഉണ്ടായാൽ ഫയംബഗി അൻ യുതഗാഫല അൻഹു അതിനെ നെവർ മൈൻഡ് ചെയ്യണം. വല്ലപ്പോഴും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോ അതിനെന്ത് ചെയ്യണം? നെവർ മൈൻഡ് ചെയ്യണം. ഇതാണ് അതിന്റെ വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായാൽ ഫയംബഗി അൻ യുതഗാഫല അൻഹു അതിനെ നെവർ മൈൻഡ് ആക്കണം. വലാ യഹ്തികു സിത്രഹു ആ കുട്ടിയെ വഷളാക്കരുത്. വലാ യുകാശിഫുഹു അത് മറ്റുള്ളവരുടെ ഇടയിൽ വെളിപ്പെടുത്തരുത്. വലാ യദ്ഹറു ലഹു അൻ യുതസവ്വറ അൻ യുതജാസറ അഹദുൻ അലാ മിസ്ലിഹി ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ ഒരു പ്രോത്സാഹനാകുന്ന തോതിൽ ആകരുത്. അതായത് നമ്മള് അത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് പ്രശ്നമാക്കുന്നില്ല എന്ന് മനസ്സിലായാൽ മതി. അതായത് പ്രശ്നമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല എന്നല്ല, ഇപ്പൊ നമ്മൾ പ്രശ്നമായി സൃഷ്ടിക്കുന്നില്ല, വഷളാക്കുന്നില്ല എന്നതാണ് നമ്മുടെ നയം എന്ന് ബാക്കിയുള്ളവർ അറിയണം, ബാക്കിയുള്ള കുട്ടികൾ അറിയണം. വലാ സിയ്യമാ ഇദാ സതറഹു സ്വബിയ്യു വജ്തഹദ ഫി ഇഖ്ഫാഇഹി പ്രത്യേകിച്ച് കുട്ടി ആ തിന്മ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും അത് വഷളാക്കരുത്. വജ്തഹദ ഫി ഇഖ്ഫാഇഹി അത് മറച്ചു വെക്കാൻ വേണ്ടി കുട്ടി ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യരുത്? ഒരിക്കലും രക്ഷിതാവ് അതിനെ വഷളാക്കി പ്രത്യക്ഷപ്പെടുത്തരുത്. ഫൈന ഇദ്ഹാറ ദാലിക അലൈഹി അങ്ങനെ കുട്ടി മറച്ചു വെക്കുമ്പോ അത് വെളിപ്പെടുത്തിയാൽ റുബ്ബമാ യുഫീദുഹു ജസാറത്തൻ അത് കുട്ടിക്ക് പിന്നെ അത് വീണ്ടും ചെയ്യാനുള്ള ഒരു ധൈര്യമായി മാറാൻ ചാൻസ് ഉണ്ട്. ഒസാലിമാമിന്റെ ഭാഷയാണ്, വിവരണമാണ്. ഹത്താല യുബാലി ബിൽ മുക്കാശഫത്തി ഇനി ആരും അറിഞ്ഞാൽ കുഴപ്പമില്ല, എന്തായാലും എല്ലാവരും അറിഞ്ഞു, നനഞ്ഞു, ഇനി കുളിച്ചങ്ങോട്ട് കയറാം എന്ന മട്ടിലായി മാറും. ഫൈന്ദദാലിക ഇൻ ആദ സാനിയൻ അങ്ങനെ ആ സമയത്ത് രണ്ടാമത് ആ കുട്ടി മടങ്ങിയാൽ വീണ്ടും ചെയ്താൽ ഫയംബഗി അൻ യുആതബ സിർറൻ രഹസ്യമായി ആ കുട്ടിയെ ആക്ഷേപിക്കണം, അല്ലെങ്കിൽ രഹസ്യമായി അതിന്റെ ഗൗരവം ഉണർത്തണം. എന്താ നീ അങ്ങനെ ചെയ്തത്? കഴിഞ്ഞ തവണ കണ്ടല്ലോ, നമ്മൾ IDR സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ആ സിസ്റ്റം. വയുഅള്ളിമുൽ അംറ ഫീഹി അതൊരു ഗൗരവമാണ് എന്ന് കുട്ടിയെ കാണിക്കണം.
വയുഖാലു ലഹു, എന്നിട്ട് കുട്ടിയോട് പറയണം, ഇയ്യാക അൻ തഊദ ബഅദ ദാലിക ലിമിസ്ലി ഹാദാ, ഇനി ഇതുപോലത്തത് ചെയ്യരുത് ട്ടോ എന്നവനോട് പറയണം. വഅൻ യത്വലിയ അലൈക ഫീ മിസ്ലി ഹാദാ ഫതഫ്ളഹു ബൈനൻ നാസ്, ഇതുപോലെ ഇനിയും ചെയ്താൽ, ഒരു മോഷണം അത് വീണ്ടും ചെയ്താൽ നീ ജനങ്ങളുടെ ഇടയിൽ വഷളാവട്ടോ എന്ന് പറയണം. വലാ തുക്സിറിൽ ഖൗല അലൈഹി ബിൽ ഇതാബി ഫീ കുല്ലി ഹീനിൻ, എല്ലായ്പ്പോഴും അധികം ആക്ഷേപ വാക്കുകൾ വരരുത്. വലാ തുക്സിറിൽ ഖൗല, വേർഡുകൾ, വാക്കുകൾ, സംസാരം കൂടരുത്. അലൈഹി, കുട്ടിയോട്, ബിൽ ഇതാബി, ആക്ഷേപത്തോടെയുള്ള സംസാരം, ഫീ കുല്ലി ഹീനിൻ, എപ്പോഴെപ്പോഴും ഈ ആക്ഷേപ വാക്കുകൾ കൂടരുത്. ഫഇന്നഹു യുഹബ്ബനു അലൈഹി സിമാഉൽ മലാമത്തി, അങ്ങനെ നിരന്തരായാൽ കുട്ടിക്ക് അത് ചേലായി മാറും, പിന്നെ ആക്ഷേപിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. റുകൂബുൽ ഖബാഇഹ്, തിന്മകൾ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. വയസ്കുതു വഖഉൽ കലാമി മിൻ ഖൽബിഹി, ആ കുട്ടിയുടെ മനസ്സിൽ ആ സംസാരം എവിടെ എത്തൂല, ഫലിക്കൂല. വൽ യകുനിൽ അബു ഹാഫിളൻ ഹൈബത്തൽ കലാമി മഅഹു ഫലാ യുവബ്ബിഹുഹു ഇല്ലാ ഹയാന, എപ്പോഴും ഒരു വാപ്പ ആരാകണം? വൽ യകുനിൽ അബു ഹാഫിളൻ, അയാൾ സേവ് ചെയ്യണം, സംരക്ഷിക്കണം. ഹൈബത്തൽ കലാമി മഅഹു, കുട്ടിയോടുള്ള സംസാരം വളരെ നിലവാരമുള്ളതാക്കി വെക്കണം. ഫലാ യുവബ്ബിഹുഹു, കുട്ടിയെ ആക്ഷേപിക്കരുത്, ഇല്ല ഹയാനൻ, വല്ലപ്പോഴും അല്ലാതെ കുട്ടിയെ ആക്ഷേപിക്കരുത്. വൽ ഉമ്മു തുഖവ്വിഫുഹു ബിൽ അബി വതസ്ജുറുഹു അനിൽ ഖബാഇ, ഉമ്മ വേണമെങ്കിൽ വാപ്പ അറിയരുത് എന്ന് പറയാം, വാപ്പ അറിയരുത് എന്ന് പറയാം. വതസ്ജുറുഹു അനിൽ ഖബാഇ, തിന്മകളിൽ നിന്ന് കുട്ടിയെ തടഞ്ഞു നിർത്താം. വയംബഗി അൻ യംനഅ അനിൻ നൗമി നഹാറൻ, പകല് ഉറങ്ങരുത് എന്ന് പറയാം. ഫഇന്നഹു യൂരിസുൽ കസ്ല, പകലധികം ഉറങ്ങിയാൽ ഒരു മടുപ്പുണ്ടാകും, അതാണ് മടി. വലാ യുംനഉ മിൻഹു ലൈലൻ, എന്നാൽ രാത്രി തടഞ്ഞു വെക്കരുത്, രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറയാം. വല്യക്കുൻ വലാകിൻ യംനഉൽ ഫുർഷൽ വതീഅത ഹത്താ തതസല്ലബു അഅളാഉഹു വലാ യസ്മനു ബദനുഹു ഫലാ യസ്ബിറു അനിത് തനഉം, എപ്പോഴും ഭയങ്കര സുഖ സൗകര്യങ്ങൾ, എപ്പോഴും ഭയങ്കര സുഖ സൗകര്യങ്ങൾ, അങ്ങനെ ഇനി ഒരു നല്ല സുഖമില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല, അങ്ങനെ ആകരുത്, ഭയങ്കര സൗകര്യങ്ങളിലേക്ക് പോകരുത്. ആകെ തടിച്ചു കൊഴുത്ത് ഭയങ്കര പിന്നെ സുഖസൗകര്യങ്ങളിൽ അർമാദിച്ച് ജീവിക്കുക, അങ്ങനെ ആകരുത്. ഒരു സുഖമില്ലെങ്കിലും സൗകര്യങ്ങളില്ലെങ്കിലും ഒക്കെ ക്ഷമിക്കാൻ പറ്റും. ബൽ യുഅബ്ബിദുൽ ഖുശൂനത ഫിൽ മഫ്റശി വൽ മൽബസി വൽ മത്അമി, എന്ത് ചെയ്യണം? ഒരു സുഖസൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ, കുറച്ച് പിന്നെ പ്രയാസകരമായ ഘട്ടങ്ങളിലും, വിരിപ്പാണെങ്കിലും വസ്ത്രമാണെങ്കിലും അതുപോലെ ഭക്ഷണമാണെങ്കിലും ഒക്കെ പ്രയാസം സഹിക്കാനുള്ള സന്നദ്ധത വേണം. വയംബഗി അൻ യുംനഅ മിൻ കുല്ലി മാ യഫ്അലുഹു ഫീ ഖുഫിയത്തിൻ, രഹസ്യമായി ചെയ്യുന്നത് ഒഴിവാക്കാൻ പറയാം. കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നതിന് പകരം ഫൈനഹു ലാ യുഖ്ഫീഹി ഇല്ലാ വഹുവ യഅ്തഖിദു അന്നഹു ഖബീഹുൻ, അവൻ എപ്പോഴും രഹസ്യമായി ചെയ്യൽ എപ്പോഴാണ്? അതൊരു ഖബീഹാണ് എന്ന് കരുതുമ്പോഴാണ്. ഫൈദാ തുരിക തഊദു ഫിഅലൽ ഖബീഹി, അങ്ങനെ മോശമായത് ചെയ്യാൻ അവൻ അങ്ങനെ വിട്ടേച്ചാൽ വയുഅബ്ബിദു ഫീ ബഅദിൻ നഹാരി അൽ മശ്യ വൽ ഹറകത വൽ റിയാദത ഹത്താ ലാ യഗ്ലിബു അലൈഹിൽ കസ്ലു, അങ്ങനെ പതിവായാൽ അവൻ എന്ത് ചെയ്യും? നടന്ന് ചലിച്ച് വേണ്ടതൊക്കെ അധ്വാനിച്ച് അങ്ങനെ മടിയില്ലാതെ ആയി മാറും. വയുഅബ്ബിദു അൻ അല്ലാ യുക്ശഫ അത്റാഫുഹു വലാ യസ്റഅ അൽ മശ്യ, അതുപോലെ അവയവങ്ങൾ ഇങ്ങനെ തുറന്നിട്ട് നടക്കാതിരിക്കുക, ശരീരം തുറന്നിട്ട് നടക്കാതിരിക്കുക, വസ്ത്രം ധരിക്കുക. വലാ യസ്റഅ അൽ മശ്യ, നടക്കുമ്പോ അടക്കത്തോടെ നടക്കാൻ പരിശീലിപ്പിക്കുക. എപ്പോഴും ഇങ്ങനെ പടച്ചു കളിക്കുന്നതിന് പകരം അടക്കത്തോടെ നടക്കാൻ പഠിപ്പിക്കുക. വലാ യുർഖി യദൈഹി ബൽ യദുമ്മുഹ ഇലാ സദ്രിഹി, അത് പിന്നെ ഒരു
ഒരാളെ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യുമ്പോ പിന്നെ ആ ഒരു എന്താ പറയാ വലായുഹി, പിന്നെ ഒരു എന്താ ഒരാളുടെ ഇടയിൽ ഒരു പിന്നെ ഒരു അഹങ്കാരത്തിന്റെ ശൈലി ഉണ്ടാകുന്ന രീതിയിലുള്ള കൈപിടുത്തം അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു ഒന്നൊതുങ്ങി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൈ ഒന്ന് മുന്നിലേക്ക് അടക്കി പിടിക്കുന്ന അവസ്ഥ, അതാണ് ഇവിടെ വലിയതുമുഹ ഇല സ്വദരിഹി എന്ന് പറഞ്ഞത്. അല്ലാതെ അവൻ എന്ത് ചെയ്യണം? കൈകൂട്ടി പിടിക്കാതെ ഇങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ നൃത്തം നിൽക്കരുത് എന്നർത്ഥം. കൂട്ടുകാരോടൊക്കെ ഈ അഹങ്കാരം പറഞ്ഞ് ശീലിക്കുക. ഞാൻ അങ്ങനെ, എനിക്കിങ്ങനെ ഉണ്ട്, മിമ്മ യംലിക്കുഹു വാലിദാഹു, എന്റെ വാപ്പാക്ക് അങ്ങനെ ഉണ്ട്, എന്റെ വാപ്പാക്ക് വലിയ പറമ്പുണ്ട്, കൊട്ടാരമുണ്ട്, അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത് എന്ന് പറയാം. വസ്ത്രമോ അല്ലെങ്കിൽ ഭക്ഷണമോ അങ്ങനെ എന്തും, ഔ ലൗഹിഹി വദവാത്തിഹി, അല്ലെങ്കിൽ അവന്റെ സ്ലേറ്റ്, അവന്റെ പെൻസില്, പുസ്തകം, ഇതിനെക്കുറിച്ചൊക്കെ അഹങ്കാരം പറയുന്ന ശീലിക്കാതിരിക്കാൻ പറയാം. വിനയം പരിശീലിപ്പിക്കുക. വല്ലിക്റാമ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറയാം. ലികുല്ലിമൻ ആശറഹു, കൂടെ പെരുമാറുന്ന എല്ലാരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. വൽ തലത്തുഫ ഫിൽ കലാമി മഅഹും, മറ്റുള്ളവരോടുള്ള സംസാരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് മൃദുവായി സംസാരിച്ച് ശീലിക്കാൻ പറഞ്ഞു. വയുംനഉ മിൻ അൻ യഖുദ മിന സുബിയാനി ശൈഅൻ, മറ്റുള്ളവരിൽ നിന്ന് ഒന്നും വാങ്ങരുത് എന്ന് പറയാം. അതും ഇതെല്ലാം എല്ലായിടത്തും വാങ്ങുക. ബുദ്ധൻ ലഹു ഹസമത്തൻ ഇൻകാന മിൻ ഔലാദിൽ മുഹ്തശിമീൻ, പ്രത്യേകിച്ച് പ്രയാസമുള്ളവരിൽ നിന്ന് തീരെ അതും ഇതൊക്കെ വാങ്ങി അവരെ കഷ്ടപ്പെടുത്തരുത്. കൊടുക്കുകയാണ് വേണ്ടത്, ലാഫിൽ അഖദി, എല്ലാരോടും വാങ്ങല്ല വേണ്ടത്. വാന്നൽ അഖദൽ ഉമുൻ, എല്ലാരോടും വാങ്ങലൊരു ആക്ഷേപമാണ്. വഹിസത്തുൻ വദനാഅത്തുൻ, അതൊരു 2ാം നമ്പർ ഏർപ്പാടാണ്. വൈൻകാന മിൻ ഔലാദിൽ ഫുഖറാഇ, അത് പാവപ്പെട്ടവനാണെങ്കിൽ പോലും ഇത് പരിശീലിപ്പിക്കണം. ഫല്യാലം, അവൻ മനസ്സിലാക്കട്ടെ, അന്നത്വമഅ വൽ അഖ്ദ മഹാനത്തുൻ വദില്ലത്തുൻ, എല്ലാവരുടെ അടുത്തുനിന്നും അത് കിട്ടണം ഇത് കിട്ടണമെന്ന് മോഹിക്കുക, എല്ലാവരുടെ അടുത്തുനിന്നും വാങ്ങുക, അതൊരു നിസ്സാരതയാണ് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. വാന്നദാലിക്ക മിൻ ദഅ്ബിൽ കൽബി, നായയാണ് എപ്പോഴും അങ്ങനെ ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുക. ഫൈനഹു യുബസ്ബിസു ഫി ഇന്തിളാരി ലുഖ്മത്തിൻ വത്വമഉ ഫീഹാ, ഒരു നായ ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി അതെന്തും കാണിക്കും. അതുപോലെ മനുഷ്യനാകരുത് എന്നൊരു സന്ദേശം നമ്മുടെ മക്കൾക്ക് കിട്ടണം. അബിൽ ജുംലത്തി, മൊത്തത്തിൽ യുക്ബഹു ഇല സുബിയാനി ഹുബ്ബുദ്ദഹബി വൽ ഫിദ്ദത്തി വത്വമഉ ഫീഹാ, ഈ സമ്പത്തിനോടുള്ള മോഹം മോശമാണ് എന്ന് പഠിപ്പിക്കും. മോഹം കിട്ടണമെന്നുള്ള മോഹം മോശമാണ്. വയുഹദ്ദറു മിൻഹുമാ അക്സറ മിമ്മാ യുഹദ്ദറ മിനൽ ഹയ്യാത്തി വൽ അഖാരിബ്, പാമ്പ്, തേള്, ഇതുപോലെ അതിനേക്കാൾ ഗൗരവമാണ് സമ്പത്തിനോടുള്ള മോഹം എന്ന് കുട്ടിയെ പഠിപ്പിക്കുക. ഫഇന്ന ആഫത ഹുബ്ബി ദഹബി വൽ ഫിദ്ദത്തി വത്വമഇ ഫീഹിമാ അളറു മിൻ ആഫത്തി സുമൂമി അല സുബിയാനി ബൽ അല അകാബിരി അയ്ളൻ. ഫഇന്ന ആഫത ഹുബ്ബി ദഹബി വൽ ഫിദ്ദത്തി, സമ്പത്തിനോടുള്ള മോഹത്തിന്റെ അപകടം, ഒത്തമഇ ഫീഹിമാ, അതിനോടുള്ള അതിമോഹത്തിന്റെ അതിന്റെ ആപത്ത്, അളറു, അത് കൂടുതൽ വിഷമമാണ്, മിൻ ആഫത്തി സുമൂമി, വിഷമേൽക്കുന്നതിനേക്കാൾ, അലസുബിയാനി, കുട്ടികൾക്കും, ബൽ അലൽ അക്കാബിരിയായതും, വലിയവർ മുതിർന്നവർക്കൊക്കെ. അപ്പോ സമ്പത്തിനോടുള്ള മോഹമാണ് പ്രശ്നം. ബൽ വയംബഗി അൻ യുഅബ്ബിദ അല്ലാ യബ്സുഖ ഫീ മജ്ലിസിഹി, ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? തുപ്പുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ തുപ്പുക. വല യതമഖത്ത, അല്ലെങ്കിൽ ഈ മൂക്ക് പിയ്യുക, മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ. വല യതസാഅബ, തുമ്മുക, കോട്ടുവായിടുക. ബിഹളറത്തി ഗൈരിഹി, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ കോട്ടുവായിടുക. അതുപോലെ തുമ്മുമ്പോഴൊക്കെ പിന്നെ ബ്രേക്ക് ചെയ്യാതെ വല്ല ടവലോ ഇന്ത്യയിലോ കൊണ്ട്
ബ്ലോക്ക് ചെയ്യാതെ സദസ്സിൽ വെച്ച് തുമ്മുക. വലാ യസ്തദ്ബിറു ഗൈറഹു, മറ്റുള്ളവരെ ബേക്കിലാക്കിയിരിക്കരുത്, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ അവരെ ബേക്കിലാക്കിയിരിക്കുക. വലാ യളഉ റിജ്ലൻ അലാ റിജ്ലിൻ, കാലിന്റെ മേൽ കാലെടുത്ത് വെക്കരുത് മറ്റുള്ളവരുടെ മുന്നിൽ. വലാ യളഉ കഫഹു തഹ്ത ദിഖ്നിഹി, അതുപോലെ താടിക്ക് ഇങ്ങനെ കൈ കൊടുത്തിരിക്കുക. വലാ യഅ്മുദു റഅസഹു ബിസാഇദിഹി ഫഇന്ന ദാലിക ദലീലുൽ കസ്ലി. പിന്നെന്താണ്, കൈയിന്റെ മേലെ എന്ത് ചെയ്യുക, തലവെക്ക്. ഇതൊക്കെ മടിയുടെ ലക്ഷണമാണ്. വയഅലമു കൈഫിയത്തൽ ജുലൂസ്, എങ്ങനെ ഇരിക്കണം എന്ന്, വയുഅല്ലിമു കൈഫിയത്തൽ ജുലൂസ്, എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. വയുംനഉ കത്റത്തുൽ കലാമി, വല്ലാതെ സംസാരിക്കരുത് എന്ന് പറയും, ഓവറായിട്ട് സംസാരിച്ചിരിക്കരുത്. വയുബയ്യിനു ലഹു അന്ന ദാലിക യദുല്ലു അലൽ വഖാഹത്തി വഅന്നഹു ഫിഅലു അബ്നാഉൽ ലിആം, ഓവറായിട്ട് അനാവശ്യമായിട്ട് സുറച്ചിരിക്കുക, അത് വളരെ അപകടമാണ്, മോശപ്പെട്ടവരുടെ ലക്ഷണമാണ്. വയുംനഉൽ യമീനു റഅസൻ, സത്യം ചെയ്യുക, സത്യം പറയണം, അതേസമയത്ത് സത്യം ചെയ്യൽ ഒഴിവാക്കുക. റഅസൻ തീരെ, സ്വാദിഖൻ കാന ഔ കാദിമൻ, സത്യായാലും കളവായാലൊക്കെ സത്യം ചെയ്യൽ ഉപേക്ഷിക്കുക. ഹത്താ ലാ യഅ്താദ ദാലിക ഫി സുഗരി, കുട്ടിക്കാലത്തെ സത്യം ചെയ്ത് ശീലിക്കരുത്. വയുംനഉ അൻ യബ്തദിഅ ബിൽ കലാമി, ചോദിക്കാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വയുഅവ്വിദു അല്ലാ യതകല്ലമ, സംസാരിക്കാതിരിക്കാൻ അവരെ പരിശീലിപ്പിക്കുക. ഇല്ല ജവാബൻ, ഒരാൾ ചോദിച്ചാൽ പറയാം. ഖദ്രി സുആലി, അതും ചോദിച്ചതിന്റെ ആവശ്യത്തിന് പറയാം. വഅൻ യുഹ്സിനൽ ഇസ്തിമാഅ, എപ്പോഴും കേൾക്കലാണ് പ്രധാനം. മഹ്മ തകല്ലമ ഗൈറുഹു, മറ്റൊരാൾ സംസാരിച്ചാൽ കേൾക്കലാണ് പ്രധാനം. മിമ്മൻ ഹുവ അക്ബറു മിൻഹു സിന്നൻ, വയസ്സിന് മൂത്തവർ സംസാരിച്ചാൽ അത് ശ്രദ്ധിക്കുക. വഅൻ യഖൂമ ലിമൻ ഫൗഖഹു, മുതിർന്നവർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുക ആവശ്യമുള്ളപ്പോ. വയുവസ്സിഅ ലഹു ഫിൽ മക്കാനി, ഇരിക്കുന്നിടത്ത് അവർക്ക് വിശാലത ചെയ്തു കൊടുക്കുക. വയജ്ലിസ ബൈന യദൈഹി, മറ്റുള്ളവരുടെ മുന്നിൽ ഇരിക്കുക. വയുംനഉ മിൻ ലഹുവിൽ കലാമി വൽ ഫുഹ്ശിഹി, മോശമായ വാക്കുകൾ, അനാവശ്യ വാക്കുകൾ ഉപേക്ഷിക്കുക. വമിനൽ ലഅനി വസ്സബ്ബി, ആക്ഷേപം, ശാപം, ഇതൊക്കെ ഉപേക്ഷിക്കുക. വമിൻ മുഖാലത്വത്തി മൻ യജ്രി അലാ ലിസാനിഹി ശൈഉൻ മിൻ ദാലിക, മോശമായിട്ട് സംസാരിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ചിലര് അത് വല്ലാതെ മോശമായത് വല്ലാതെ പറയും, എന്നാ അവരെ കൂടെ വല്ലാതെ ഇരിക്കരുത്. ഫഇന്ന ദാലിക യസിരി ലാ മഹാലത മിനൽ ഖുറനാഇ സൂ, മോശപ്പെട്ട കൂട്ടുകാരിൽ നിന്നത് വേഗം പരക്കും, വേഗം ബാഡ് വേർഡ്സ്, അൽഫാദുൽ ഖബീഹ, അത് വേഗം പകരും. വഅസ്ലു തഅദീബി സുബിയാനി, എപ്പോഴും ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുന്നതിന്റെ ബേസ് എന്താണ്? അൽ ഹിഫ്ളു, സംരക്ഷിക്കലാണ്. മിൻ ഖുറനാഇ സൂ, മോശം കൂട്ടുകാരിൽ നിന്ന് അവരെ സംരക്ഷിക്കലാണ്. വയംബഗി അൻ ഇദാ ദറബഹുൽ മുഅല്ലിമു അല്ലാ യുക്സിറ സ്വറാഖ വസ്സദബ, ഇനി അഥവാ ഒരു അധ്യാപകൻ അടിച്ചാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? ഭയങ്കര ബഹളം വെച്ച് കുഴപ്പമുണ്ടാക്കാനൊന്നും പോകരുത്. വലാ യസ്തശ്ഫിഉ ബി അഹദിൻ ബൽ യസ്ബിറു വയദ്കുറു ലഹു അന്ന ദാലിക ശജആനി അർരിജാലി, അവിടെ എന്ത് ചെയ്യരുത്? അങ്ങനെ അഥവാ ഒരാൾ അടിച്ചാൽ അതിന്റെ പേരിൽ ഒരു ആകെ പ്രശ്നമാക്കി, കുലുമാലാക്കി, ഒരു റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ബല്യസ്ബിറു, ക്ഷമിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ധീരരുടെ പതിവാണ്. അടിയൊക്കെ കൊണ്ടപ്പോഴത്തേക്ക് ആകലല്ല, പുരുഷന്മാരുടെ ശൈലിയാണ്. വല്ലതല്ലൊക്കെ കൊള്ളുമ്പോഴേക്ക് ബേജാറാകാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ എന്തെങ്കിലും ഒരു ചെറിയ അടി കിട്ടുമ്പോഴേക്ക് തൊള്ളടുന്നത്, ബഹളം വെക്കുന്നത്, അട്ടഹസിക്കുന്നതൊക്കെ സ്ത്രീകളുടെയും അതുപോലെ അടിമകളുടെയും ഒക്കെ പരിപാടിയാണ്. അവന് സമ്മതം കൊടുക്കണം, പെർമിഷൻ കൊടുക്കണം. ബഅദൽ ഇൻസിറാഫി മിനൽ കത്താബി അയ്യൽ അബ ലഅബൻ ജമീലൻ, ഒരു ഓഫീസിൽ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിൽ നിന്ന് വിട്ടു വന്നാൽ, മദ്രസ വിട്ടു വന്നാൽ നല്ല കളികൾക്കൊക്കെ സമയം കൊടുക്കണം, സമ്മതം കൊടുക്കണം.
യസ്തരീഹു ഇലൈഹി മിൻ തഅബിൽ മക്തബി, പഠനത്തിന്റെ ആ ഒരു ക്ഷീണം തീരാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കളിക്കാൻ സമ്മതം കൊടുക്കണം. ബിഹൈസു ലാ യതഅബു ഫിൽ ലഅബി, എന്ത് ചെയ്യരുത്, ഒരു മോശമായ കളിയാകരുത്. ഫൈൻ മനഅസ്സുബിയ മിനൽ ലഅബി, തീരെ കളിയൊക്കെ മുടക്കിയാൽ ഇർഹാഖിഹി ഇല തഅല്ലുമി ദായിമൻ, എപ്പോഴും പഠിക്കണം എന്നായാൽ യുമീതു ഖൽബഹു, അതവന്റെ മനസ്സിനെ നിർജീവമാക്കും. വയുബ്തിലു ദകാഅഹു, അവന്റെ ബുദ്ധിശക്തി അത് നശിപ്പിച്ചു കളയും. വയൻഗസ്സു അലൈഹിൽ ഐഷു, ജീവിതം അടുക്കും. ഹത്താ യത്ലബുൽ ഹീലത ഫിൽ ഖലാസു മിൻഹു റസൻ, മൊത്തത്തിൽ പഠനം നിൽക്കുന്ന ഒരു അവസ്ഥ വരും. വയംബഗി അൻ യഅലമ അൻ യുഅല്ലിമ ത്വഅത വാലിദൈഹി, മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. മുഅല്ലിമഹു മുഅദ്ദിബഹു, ട്രെയിനറെയും അധ്യാപകനെയും ഒക്കെ അനുസരിക്കാൻ പറഞ്ഞു കൊടുക്കണം. വമൻ ഹുവ അക്ബറു മിൻഹു സിന്നൻ, പ്രായത്തിന് മുതിർന്നവരെ അനുസരിക്കാൻ പറഞ്ഞു കൊടുക്കണം. മിൻ ഖരീബിൻ വ അജ്നബിയിൻ, അത് ബന്ധുവായാലും അന്യരായാലും അവരെ അനുസരിക്കാൻ പറഞ്ഞു കൊടുക്കണം. തെറ്റിനല്ല, ശരികളും. മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് മുതിർന്നവരോട്, മാതാപിതാക്കളോട്, അധ്യാപകരോടൊക്കെ ബഹുമാനത്തോടെ സമീപിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കും. അവരെ മൈൻഡ് ചെയ്യാതെ, നെവർ മൈൻഡ് ചെയ്യാതെ അവരെ മുന്നിൽ വെച്ച് കളിക്കരുത്. സിന്നു തമീസി, ഒരു വകതിരിവിന്റെ പ്രായമായാൽ എപ്പോഴും ഒരു ശുദ്ധിയും അതുപോലെ നിസ്കാരമൊക്കെ വേണം എന്ന് അവരെ പഠിപ്പിക്കണം. കോംപ്രമൈസ് പാടില്ല. റമദാൻ, റമദാനിൽ കുറച്ചൊക്കെ നോമ്പെടുക്കാൻ പഠിപ്പിക്കണം. എന്ത് ചെയ്യരുത്, ഒരു തുമീസെത്തിയാൽ പട്ട് ധരിക്കരുത്. അതുപോലെ സ്വർണം ധരിക്കരുത്. ശറഈന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മോഷ്ടിക്കരുത്, ഹറാമ് ഭക്ഷിക്കരുത്. വമിനൽ ഖിയാനത്തി, വഞ്ചന പാടില്ല. വൽകദിബി, കളവ് പാടില്ല. വൽഫഹ്ശി, മോഷത്തരങ്ങളൊന്നും ചെയ്യരുത്. സാധാരണ കുട്ടികൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോ സ്ക്രീൻ അഡിക്ഷൻ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്കാലത്തെ ഇങ്ങനെ വളർന്നാൽ പ്രായപൂർത്തിയാകുമ്പോ ഇതിന്റെ യഥാർത്ഥ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അവനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അന്നൽ അത്വഇമത, ഭക്ഷണം അദ്വിയത്തുൻ, മരുന്ന് പോലെ കഴിക്കണം. അതിങ്ങനെ വാരി വലിച്ച് കഴിക്കരുത്. വൈന്നമൽ മഖ്സൂദു മിൻഹ, ഭക്ഷണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇൻസാനു ബിഹാ അലാ ത്വഅത്തില്ലാഹി അസ്സ വജൽ, ഇബാദത്ത് ചെയ്യാനുള്ള ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. വഅന്നദ്ദുനിയാ കുല്ലഹാ ലാ അസ്ല ലഹാ ഇദ് ലാ ബഖാഅ ലഹാ, മൊത്തത്തിൽ ദുനിയാവ് എന്നത് അതിന് വലിയ അടിസ്ഥാനമില്ല, അത് അവശേഷിക്കുന്നതല്ല, ആഖിറമാണ് അവശേഷിക്കുന്നത്. വഅന്നൽ മൗത യഖ്തഉ നഈമഹ, മരിച്ചാൽ ഈ സുഖം അവസാനിക്കും. പക്ഷേ വഅന്ന ദാറു മമറിൻ ലാ ദാറു മഖറിൻ, ഈ ദുനിയാവ് എന്നത് ഇവിടെ നിന്ന് നിട്ടേച്ച് പോകണം. ആഖിറം പോലെ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലമല്ല. വഅന്നൽ ആഖിറത ദാറു മഖറിൻ, ആഖിറം അതെപ്പോഴും നിലനിൽക്കുന്നതാണ്. ലാ ദാറു മമറിൻ, അത് അവിടെ ഇട്ടേച്ച് പോകുന്ന പരിപാടിയില്ല. വഅന്നൽ മൗത മുൻതളറുൻ ഫീ കുല്ലി സഅത്തിൻ, എപ്പോഴും മരിക്കാം എന്നവരെ പഠിപ്പിക്കണം. വഅന്നൽ കയ്യിസൽ ആഖില മൻ തസവ്വദ ദുനിയാ ലിൽ ആഖിറതി, ശരിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ആരാണ്? മൻ തസവ്വദ ബിദ്ദുനിയ, ദുനിയാവിൽ നിന്ന് നേടിയവനാണ്. ലിൽ ആഖിറതി, ആഖിറത്തിന് വേണ്ടി നേടിയവനാണ്. ഹത്താ തഅ്ലുമു ദറജതഹു ഇൻദല്ലാഹി, അല്ലാഹു തആലയുടെ അടുക്കൽ വലിയ പദവിയുള്ളവരാകലാണ് യഥാർത്ഥ നേട്ടമുള്ളവർ. വയത്തസിഉ നഈമുഹു ഫിൽ ജിനാനി, സ്വർഗത്തിൽ വലിയ സുഖങ്ങളുണ്ട് ഇങ്ങനെ ആയാൽ. ഫഇദാ കാന നശു സാലിഹൻ കാന ഹാദൽ കലാമു ഇൻദൽ ബുലൂഗ് വാഖിഅൻ
ഇങ്ങനെ വളർന്നാൽ, വളർച്ച കുഞ്ഞുനാളിലേയുള്ള വളർച്ച നല്ലതായാൽ ഈ സംസാരം അത് പ്രായപൂർത്തിയാകുന്ന സമയത്ത് വാക്യൻ അതൊരു വലിയ ഫലപ്പെടുന്നതായി മാറും. മുഅസ്സിറൻ ഫലപ്പെടുന്നതാകും. നാജിഅൻ അത് ഉപകാരപ്പെടുന്നതാകും. യസ്ബുതു ഫി ഖൽബിഹി ആ കുട്ടിയുടെ മനസ്സിൽ അത് ഉറക്കും. കമാ യസ്ബുതു നഖ്സു ഫിൽ ഹജരി കല്ലിൽ കൊത്തിയതുപോലെ ഉറക്കും. വൈൻ വഖഅൻ നശ്ഉ ബിഖിലാഫി ദാലിക വളരുമ്പോ മോശമായി വളർന്നാൽ ഹത്താ അലിഫ സ്വബിയുൽ ലഅബ വൽ ഫുഹ്ശ കളി വേണ്ടാത്തരങ്ങളോടൊക്കെ വല്ലാതെ പ്രിയം വന്നുപോയാൽ വൽവഖാഹത്തി വശറഹി ത്വആമി വല്ലിബാസി വത്തസയ്യുനി വത്തഫാഖുരി ഈ ആർത്തി അതുപോലെ വസ്ത്രത്തില് ഈ പിന്നെ അലങ്കരിച്ച് നടക്കുന്നതിൽ പവർ പറഞ്ഞ് നടക്കുന്നതിലൊക്കെ വലിയ കാര്യമാണെന്ന് തോന്നിയാൽ നബാ ഖൽബുഹു അൻ ഖബൂലിൽ ഹഖ് അവന്റെ ഹൃദയം സത്യം സ്വീകരിക്കാൻ പറ്റാത്ത വിധം ശുഷ്കിച്ചു പോകും. നബൂവത്തൽ ഹാഖിത്തു അനി തുറാബിൽ യാബിസി ഈ ഒരു മതില് കെട്ടിയാൽ അതിന്റെ മുകളിൽ പിന്നെ മണ്ണ് അത് വേറെ തന്നെ മാറി നിൽക്കും. അതിനെ ഒരു ചുമരിന്റെ മുകളിൽ ഒരു മണ്ണ് അതേ സമയത്ത് ഒരു ഭൂമിയിൽ ആ മണ്ണ് ചേർന്ന് നിൽക്കുന്നതാണ്. ഒരു ചുമരായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ഒരു മണ്ണ് അത് എക്സ്ട്രയാണ് എപ്പോഴും. അതുപോലെ അവഇലുൽ ഉമൂരി ഹിയല്ലത്തി യൻബഗി അൻ തുറാഅ ഫസ്റ്റ് സമയം തന്നെ ശ്രദ്ധിക്കണം. ഫൈന സ്വബിയ ബിജൗഹരിഹി ആ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അതിന്റെ മൂല്യം ഖുലിഖ ഖാബിലൻ ലിൽ ഖൈർ നന്മ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പടക്കപ്പെട്ടത്. വശർരി ജമീഅൻ ഷർറും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പടക്കപ്പെട്ടത്. ഫൈന്നമ അബവാഹു മാതാപിതാക്കൾ യമീലാനി ബിഹി ഇല അഹദിൽ ജാനിബൈൻ ആ കുട്ടിയെ രണ്ടിലൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നത് മാതാപിതാക്കളാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ ഓരോ മനുഷ്യ കുഞ്ഞും യൂലദു അലൽ ഫിത്ര ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്നു. വൈന്നമാ അബവാഹു അവന്റെ മാതാപിതാക്കൾ യുഹബ്ബിദാനിഹി അവനെ യഹൂദിയാക്കുന്നു, യുനസ്സുറാനിഹി അവനെ നസ്റാനിയാക്കുന്നു, വയുമജ്ജിസാനി അവനെ മജൂസിയാക്കുന്നു. കുട്ടി ശുദ്ധനാണ്. ഖാല സഹ്ലു ഇബ്നു അബ്ദുല്ലാഹ് തസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കുൻതു അന ഇബ്നു സലാസി സിനീൻ ഞാന് ഒരു 3 വയസ്സായിരിക്കുന്ന സമയത്ത് അഖൂമു ബിൽ ലൈൽ രാത്രി എഴുന്നേൽക്കുമായിരുന്നു. ഫഅൻദുറു ഇലാ സ്വലാത്തി ഖാലി ഞാൻ എന്റെ നിസ്കാരം കാണുമായിരുന്നു. ഫഅൻദുറു ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ എന്റെ അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ റഹിമഹുല്ലാ മഹാനവറുടെ നിസ്കാരം കാണുമായിരുന്നു. ഫഖാല ലി യൗമൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു അല്ലാ തദ്കുറല്ലാഹല്ലദീ ഖലഖക നിന്നെ പടച്ച അള്ളാഹുവിന്റെ സ്മരണ നിർത്തണ്ടേ? ഫഖുൽതു കൈഫ അദ്കുറുഹു ഞാൻ എങ്ങനെയാണ് ആ സ്മരണ നിലനിർത്തേണ്ടത്? ഖാല ഖുൽ ബിഖൽബിക ഇൻദ തഖല്ലുബിക ഫീ സിയാബിക ഖുൽ ബിഖൽബിക നീ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് ചൊല്ലണം. ഇൻദ തഖല്ലുബിക ഫീ സിയാബിക ഈ എഴുന്നേൽക്കുന്ന സമയത്ത് സലാസ മർറാത്തിൻ 3 വട്ടം മിൻ ഗൈരി അൻ തുഹർരിക ബിഹി ലിസാനക നാവ് കൊണ്ട് പറയണ്ട മനസ്സുകൊണ്ട് ചൊല്ലിയാ മതി. അല്ലാഹു മഈ അല്ലാഹു നാദിരി ഇലയ്യ അല്ലാഹു ഷാഹിദി അല്ലാഹു എന്റെ കൂടെ ഉണ്ട്, അല്ലാഹു എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്റെ സാക്ഷിയാണ്, അല്ലാഹു എന്റെ സന്നിഹിതനാണ്. ഫഖുൽതു ദാലിക ലയാലി കുറെ രാത്രി ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ചൊല്ലി. തുമ്മ അലംതുഹു പിന്നെ ഞാൻ ഈ അമ്മാവനെ അറിയിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിയിച്ചു. ഫഖാല അപ്പൊ എന്നോട് പറഞ്ഞു കുൽ ഫീ കുല്ലി ലൈലത്തിൻ 7 മർറാത്തിൻ എല്ലാ രാത്രിയും 7 വട്ടം ചൊല്ലാൻ പറഞ്ഞു. ഫഖുൽതു ദാലിക തുമ്മ അലംതു ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അത് അമ്മാവനെ അറിഞ്ഞു. ഫഖാല കുൽ ദാലിക കുല്ല ലൈലത്തിൻ 11 മർറത്ത് എല്ലാ രാത്രിയും 11 തവണ അങ്ങനെ ചൊല്ലാൻ പറഞ്ഞു. ഫഖുൽതുഹു അങ്ങനെ ഞാൻ ചൊല്ലി. ഫവഖഅ ഫീ ഖൽബി ഹലാവത്തുഹു അപ്പൊ എനിക്കതൊരു ഭയങ്കര രസമായി മാറി. ഫലമ്മാ കാന ബഅദ സനത്തിൻ ഒരു വർഷമായപ്പോ ഖാലലി ഖാലി എന്നോട് എന്റെ അമ്മാവൻ പറഞ്ഞു യഹ്ഫദ് മാ അല്ലംതുക ഞാൻ ഈ പഠിപ്പിച്ചു തന്നത് നീ നിലനിർത്തിക്കോ. വദും അലൈഹി അത് നിന്റെ പതിവാക്കിക്കോ. ഇലാ അൻ തദ്ഖുലൽ ഖബ്റ ഖബറിൽ എത്തുന്നത് വരെ മരിക്കുവോളം
ഫഇന്നഹു യൻഫഉക ഫിദ്ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലൊക്കെ അത് ഉപകരിക്കും. ഫലം അസൽ അലാ ദാലിക സിനീൻ, വർഷങ്ങളോളം ഞാനത് തുടർന്നു. ഫവജത്തു ദലിദാലിക ഹലാവത്തൻ, എനിക്കത് ഭയങ്കര രസമായി മാറി. ഫീ സിരി, എന്റെ ജീവിതത്തിൽ അത് വലിയ രസമായി മാറി. സുമ്മ ഖാല ലി ഖാലി യൗമൻ, ഒരു ദിവസം എന്നോട് എന്റെ അമ്മാവൻ പറഞ്ഞു, യാ സഹൽ, മൻ കാനല്ലാഹു മഅഹു, മൻ കാനല്ലാഹു മഅഹു, അല്ലാഹു ആരുടെ കൂടെയാണോ, നാദിറൻ ഇലൈഹി വശാഹിദഹു, അള്ളാഹു നോക്കുന്നവനും കാണുന്നവനും ഒക്കെ ആയാൽ, അയഅസ്വിഹി, അള്ളാഹു കൽപ്പിച്ചതിന്റെ എതിര് ചെയ്യോന്ന് ചോദിച്ചു. ഇയ്യാക വൽ മഅസിയ, നീ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഫകുന്തു അഖ്ലൂ ബിനഫ്സി ഫബഅസൂ ബി ഇലൽ മക്തബ്, അങ്ങനെ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കും, ചിന്തിക്കും. അങ്ങനെ എന്നെ പഠിക്കാൻ പറഞ്ഞയച്ചു, മദ്രസയിൽ പറഞ്ഞയച്ചു, സ്കൂളിൽ പറഞ്ഞയച്ചു. ഫഖുൽതു ഇന്നി ലാ അഖ്ശാ അൻ യതഫറഖ അലയ്യ ഹമ്മി വലാകിൻ ശാറത്തുൽ മുഅല്ലിമ അന്നി അദ്ഹബു ഇലൈഹി സഅതൻ ഫഅതഅല്ലമു തുമ്മ അർജിഅ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നി ലാ അഖ്ശാ, എനിക്ക് ഭയമുണ്ട്, യതഫറഖ അലയ്യ ഹമ്മി, എനിക്കൊരു ഒരു ധൈര്യം കിട്ടില്ല ഇങ്ങനെ അവിടെ പോയി നിന്നാൽ, ഒറ്റക്കായാൽ. വലാകിൻ ഷാറത്തു അൽ മുഅല്ലിമ, മുഅല്ലിമിനോട്, ഉസ്താദിനോട് പറഞ്ഞു വെച്ചു. അന്നി അദ്ഹബു ഇലൈഹി സഅതൻ, ഇടക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു വെച്ചു. ഫതഅല്ലമു തുമ്മ അർജിഉ, പഠിച്ചിട്ട് പോരാൻ പറഞ്ഞു വെച്ചു, അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം. ഫമളൈതു ഇലൽ കത്താബി ഫതഅല്ലംതുൽ ഖുർആന, അങ്ങനെ ഞാൻ മദ്രസയിൽ പോയി ഖുർആൻ പഠിച്ചു. ഫഹഫിളുഹു, ഖുർആൻ മനഃപ്പാഠമാക്കി. വാന ഇബ്നു സിത്തി സിനീൻ ഔ സബഅ സിനീൻ, 6-7 വയസ്സാവുമ്പോഴേക്ക് ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കി. വകുന്തു അസൂമു ദഹ്റ, ഞാന് എപ്പോഴും നോമ്പ് നിൽക്കുകയായിരുന്നു. വഖുവതി മിൻ ഖുബ്സി ശഈർ, ആകെ ഒരു റൊട്ടിയാണ് ഉണ്ടാകുക. ഇസ്നത്തെ അശ്റത്ത സനത്തൻ, 12 വർഷത്തോളം അങ്ങനെ ചെയ്തു. വഖഅത് ലി മസ്അലത്തുൻ, അങ്ങനെ എനിക്കൊരു മസ്അല, ഒരു ചർച്ച വന്നു. നബിനു സലാസി അശ്റത്ത സനത്തൻ, ഞാൻ 13 വയസ്സായിരിക്കുമ്പോഴാണ്. ഫസഅൽതു അഹ്ലി അൻ യബ്അസൂനി ഇലാ അഹ്ലിൽ ബസ്റ, ഇത് പഠിക്കാൻ വേണ്ടി ബസ്റയിൽ പോകാൻ ഞാൻ സമ്മതം ചോദിച്ചു വീട്ടുകാരോട്. ലി അസ്അല അൻഹാ, അത് അന്വേഷിച്ച് പഠിക്കാൻ വേണ്ടി. ഫഅതൈതുൽ ബസ്റത, അങ്ങനെ ഞാൻ ബസ്റയിൽ പോയി. ഫസഅൽതു ഉലമാഅഹാ, അങ്ങനെ അവിടുത്തെ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു. ഫലം യശ്ഫി അഹദുൻ അന്നീ ഷൈഅൻ, എനിക്കൊരു ഒരു വേണ്ട പോലെ മറുപടി ആയില്ല. ഫഖറജ്തു ഇല അബ്ബാദാൻ, അങ്ങനെ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു, അവിടുന്ന് പിന്നെ യാത്ര ചെയ്തു. ഇല റജുലിൻ യുറഫു ബി അബി യഅരിഫു ബി അബി ഹബീബിൻ ഹംസത്ത് ബിൻ അബി അബ്ദുല്ലാഹിൽ അബ്ബാദാനി എന്നറിയപ്പെടുന്ന ആളന്വേഷിച്ച പോയത്. ഫസഅൽതുഹു അൻഹാ ഫഅജാബനി, അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് അതിൽ ഉത്തരം കിട്ടി. ഫഅഖംതു ഇൻദഹു മുദ്ദത്തൻ, കുറെ കാലം ഞാൻ അവിടെ താമസിച്ചു. അൻതഫിഉ ബി കലാമിഹി വഅതഅദ്ദബു ബി ആദാബിഹി, അവരോടുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. തുമ്മ റജഅതു ഇലാ തുസ്തുർ, അങ്ങനെ ഞാൻ തുസ്തുറിലേക്ക് മടങ്ങി. ഫജഅൽതു ഖുവതി ഇഖ്തിസാദൻ അലാ അൻ യസ്തരിയ ലി ബിദിർഹമിൻ മിന ശഈരി അൽഫിറഖ ഫയത്ഹന ഫയുബ്ഖസ ലി, അങ്ങനെ ഞാൻ എന്റെ നിലനിൽപ്പ് അഥവാ ഭക്ഷണം അത് പിന്നെ എന്താക്കി മാറ്റി എന്ന് പറഞ്ഞാൽ, എന്റെ നിലനിൽപ്പ്, സമ്പാദ്യം, അല യസ്തരിയലി ബി ദിർഹമിൻ, ഒരു ദിർഹമിന് എന്ത് വാങ്ങുക, പിന്നെ ഗോതമ്പ് വാങ്ങുക, എന്നിട്ട് ഫയുത്ഹനലി വയുബ്ഖസലി, എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഇതുണ്ടാക്കി തരാൻ, പത്തിരി ഉണ്ടാക്കി തരാൻ. ഫഉഫ്തിറു ഇൻദ സഹരി, ഞാന് അത്താഴ സമയത്താണ് നോമ്പ് മുറിക്കുക. അലാ ഉഖിയത്തിൻ കുല്ല ലൈലത്തിൻ ബഹ്തൻ മിൻ ഗൈരി മിൽഹിൻ അലാ ഉദ്മിൻ, കറിയൊന്നും കൂട്ടാതെ പത്തിരി മാത്രം കൊണ്ട്. ഫകാന യക്ഫീനി ദാലിക ദിർഹമു സനത്തൻ, അങ്ങനെ ഒരു കൊല്ലത്തോളം എനിക്ക് ആ ഒരു ദിർഹം കൊണ്ടൊപ്പിക്കാൻ പറ്റും. സുമ്മ അസംതു അലാ അത്വിയ സലാസ ലയാലിൻ സുമ്മ അഫ്തിറ ലൈലത്തൻ, അങ്ങനെ 3 ദിവസം കൂടുമ്പോ അങ്ങനെ തീരുമാനിച്ചു. സുമ്മ ഹംസൻ സുമ്മ സബഅൻ, പിന്നെ 5, പിന്നെ 7, സുമ്മ ഹംസം വഇശ്രീന ലൈലത്തൻ, പിന്നെ 25 ദിവസം കൂടും. ഫകുന്തു അലാ ദാലിക 20 സനത്തൻ, അങ്ങനെ 20 കൊല്ലം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു പഠിച്ചു. സുമ്മ ഖറജ്തു അസീബു ഫിൽ അർളി സിനീൻ,
പിന്നെ വർഷങ്ങളോളം ഞാൻ നാട് കറങ്ങി നടന്നു. തുമ്മ റജഅതു ഇലാ തുസ്തുർ, അങ്ങനെ ഞാൻ തുസ്തുറിലേക്ക് മടങ്ങി വന്നു. വകുന്തു അഖൂമുൽ ലൈല കുല്ലഹു മാഷാ അല്ലാഹു തആല, അങ്ങനെ രാത്രി തീർത്തും നിസ്കരിക്കുകയായിരുന്നു. ഖാല അഹ്മദ് മാ റഅയ്തുഹു അക്ലൽ മിൽഹി ഹത്താ ലഖിയ അല്ലാഹു തആല, ഉപ്പ് കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കാരണം ടേസ്റ്റ് കൂടിയാൽ കൂടുതൽ കഴിക്കേണ്ടി വരും എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. ഈ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത്, കുഞ്ഞുനാളിലുള്ള നല്ല പരിപാലനം കിട്ടിയപ്പോ ജീവിതത്തിൽ അത് നന്നായി പരിശീലിക്കാനും വലിയൊരു ലോകം കെട്ടിപ്പടുക്കാനും സാധിച്ചു എന്നതാണ്. സഹലു തസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അതൊരു അമ്മാവന്റെ സപ്പോർട്ട്, കുഞ്ഞുകാലത്തെ സപ്പോർട്ടാണ് ജീവിതകാലം മുഴുവനും പരിശീലിക്കാനും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും സഹായിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളോടൊക്കെ സമീപിക്കുന്ന സമയത്ത് ശാഠ്യം പിടിക്കുന്നതിന് പകരം അവസരങ്ങൾ കൊടുക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും നല്ലതിന് സപ്പോർട്ട് ചെയ്യുകയും മോശമായത് കാണുമ്പോഴേക്ക് ചാടിപ്പിടിച്ച് വഷളാക്കുന്നതിന് പകരം അവരെ ശ്രദ്ധയോടെ സപ്പോർട്ട് കൊടുത്ത് ഉണർത്തി, ചെറിയൊരു തെറ്റൊക്കെ കാണുമ്പോൾ ഒന്ന് അതിനെതിരെ ബഹളം വെക്കാതിരുന്ന് പിന്നെ അത് ആവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഉണർത്തി, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ചെറിയൊരു വിഷയം കാണുമ്പോൾ തന്നെ ബഹളം വെച്ച് അതിനെതിരെ പറഞ്ഞ് അങ്ങനെ ബഹളം വെക്കരുത് എന്നാണ്. അതിന്റെ അർത്ഥം തിന്മ കണ്ടാൽ കോംപ്രമൈസ് ചെയ്യാതൊന്നും പ്രശ്നമില്ല എന്നല്ല, മറിച്ച് തിന്മയെ ശ്രദ്ധയോടെ മാറ്റിയെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെയൊക്കെ ഇത്തിബാഅ് ചെയ്യാനും അവരെ പിന്തുടരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലം നല്ലതിന്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ, സലാമത്ത്, ഹിഫ്ള് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരിലും തൃപ്തിപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെ കയ്യുയരുതേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഖൈറുകൾ, നന്മകൾ തുറന്നു തരണേ റഹ്മാനെ. സഹായങ്ങൾ തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളിലെല്ലാം നിന്റെ വിജയം, നിന്റെ സന്തോഷം, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ധാരാളമായി തുറന്നു തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളെ ദീനീ ഖിദ്മത്തിന്റെ ഭാഗമായി ദീനീ ഉലൂം, അറിവുകളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള ശ്രമമായ ഹാപ്പി സോണിന്റെ സംവിധാനങ്ങളിലെല്ലാം നീ സഹായം നൽകണേ. സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ വഴിയിൽ പുറപ്പെട്ട എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണേ റഹ്മാനെ. നീ തുണയാകണേ അല്ലാഹ്. ഖൈറിന്റെ വക്താക്കളായി ജീവിച്ച് ആ നന്മയുടെ വക്താക്കളായി ഈ ലോകത്തു നിന്ന് നിന്നിലേക്ക് സന്തോഷത്തോടെ യാത്രയാകാൻ, കലിമത്തു തൗഹീദ് ചൊല്ലി പൂർണ്ണമായ കാമിലായ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ റഹ്മാനെ. പരലോകത്ത് നീ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കണേ അല്ലാഹ്. ശിക്ഷിക്കരുതേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.